മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങളെല്ലാവരും നോക്കിക്കാണുന്ന ഒരു പരീക്ഷ നിങ്ങളുടെ പബ്ലിക് എക്സാം ആയിരിക്കും അല്ലേ? പക്ഷെ നമ്മളുടെ ആ ഒരു പബ്ലിക് പരീക്ഷ ഇനി കടുപ്പമേറിയതാവാൻ പോവാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫായിട്ട് മാറാൻ പോവാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ട്. ഇതുകൊണ്ട് മാത്രമല്ല മിസ് പറയുന്നത്. ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മുന്നേ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാകും. അതായത് ഇനി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒന്നും ഫുൾ പാസ് ഉണ്ടാവില്ല. അതായത് എല്ലാവരെയും കണ്ണും പൂട്ടി എല്ലാവരും ഓൾ പാസ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. അതായത് നല്ലപോലെ അനലൈസ് ചെയ്ത് അല്ലേ കറക്റ്റ് പാസ്സാവേണ്ടവരെ മാത്രമേ പാസ്സാക്കിപ്പിക്കുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ ഈ ക്രിസ്മസ് എക്സാമിൻ്റെയും ഒക്കെ ടൈമിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറുന്നുണ്ട് അല്ലേ? അതായത് സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല ഇപ്പോൾ നമ്മുടെ ഓണം എക്സാമിനായാലും ക്രിസ്മസ് എക്സാമിനൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലൂ ആണ്. അതായത് എപ്പോഴും പഠിക്കുന്നത് പോലെ ഇങ്ങനെ ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ പബ്ലിക് എക്സാം ടഫ് ആകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ആണ് നമ്മുടെ ഈ കഴിഞ്ഞു പോയ ഓണം എക്സാം ക്രിസ്മസ് എക്സാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അയ്യോ ക്രിസ്മസ് എക്സാം ഇങ്ങനെയായി, പബ്ലിക് എക്സാം അങ്ങനെയായി, ഇത് ടഫാകും, ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അല്ല, നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്താ? നന്നായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ പരീക്ഷ കടുപ്പിച്ചാൽ നമ്മൾ അതിനേക്കാൾ മുകളിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, എത്ര കടുപ്പിച്ച് കഴിഞ്ഞാലും നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ആ രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു പഠന നിലവാരം നമ്മൾ കൂട്ടണം. നമ്മൾ കുറച്ചുകൂടി ഹൈ ലെവലാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ലെവൽ കൂട്ടാൻ വേണ്ടി കൂടി തന്നെയാണ് ഇങ്ങനെ പരീക്ഷകൾ കടുപ്പമാക്കുന്നത്. അപ്പം മിസ് എന്താണ് ചെയ്യുക? ഞങ്ങൾ എങ്ങനെയാണ് ഇനി 8ാം ക്ലാസ് ഒന്ന് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുക? മക്കളെ, സിമ്പിളാണ്. നിങ്ങളെ ഏറ്റവും അടിപൊളിയായിട്ട് പഠിപ്പിച്ച് നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾക്കിനി പരീക്ഷയുടെ പാറ്റേൺ മാറിയാലും എങ്ങനെ കടുപ്പമുള്ളതാക്കിയാലും എൻ്റെ കുട്ടിയൊക്കെ എഴുതാൻ പറ്റണമെങ്കിൽ സിമ്പിളാണ്. നമ്മൾ കാര്യങ്ങൾ വൃത്തിയായിട്ടും ക്ലിയർ ആയിട്ടും പഠിക്കണം. അങ്ങനെ എൻ്റെ മക്കൾക്ക് ഓക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ 8ാം ക്ലാസ്സിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഏറ്റവും ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ അല്ലെ? ഒരു ജാനുവരിയും ഒരു ഫെബ്രുവരിയും കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാം ആയി. അപ്പോൾ ഈ 2 മാസം കൊണ്ട് ഇപ്പോൾ ഇത്രയും പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാം, അതിൻ്റെ ഉത്തരവാണ് നമ്മുടെ വീര ക്രാഷ് കോഴ്സ്. ഓക്കെ, അപ്പോൾ 1000 rupees മാത്രമേ ഉള്ളൂ നമ്മുടെ ഫീ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണോ തരിക? ഒരിക്കലും അല്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ 1 ഷോട്ട് റിവിഷൻസ് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പല പാറ്റേണിലുള്ള, അതായത് നമ്മൾ ഫസ്റ്റ് ടേമിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും, സെക്കൻഡ് ടേമിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇനി അതൊന്നും കൂടാതെ പബ്ലിക് എക്സാമിന് ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ അങ്ങനെ ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവും. നിങ്ങൾ ഈ പഠിച്ച രീതിയിലാണോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ മക്കൾ ഫേസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് മോഡൽ എക്സാം ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റുകൾ ഉണ്ടാവും. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനും, ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഓ ഈ കോൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നല്ലേ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു വീര ക്രാഷ് കോഴ്സ്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യാം. എന്തിനാണ് മിസ് വേഗം ജോയിൻ ചെയ്യണേ? മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുത്ത് നേരത്തെ പഠിച്ചു തുടങ്ങാം. നമ്മൾ ഏതായാലും ജോയിൻ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അതിനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതല്ലേ നല്ലത് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു വീഗാലാൻഡിൽ ടൂർ പോകുന്നു. അപ്പോൾ നമ്മൾ രാവിലെ കയറിയാൽ നമ്മുടെ അവസാനം 6 മണിക്ക് ടൈം കഴിയുന്നത് വരെ നിങ്ങൾ ടിക്കറ്റ് കൊടുത്ത് കയറിയതിൻ്റെ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താം അല്ലേ? രാവിലെ കയറിയാലും ഉച്ചയ്ക്ക് കയറിയാലും ടിക്കറ്റിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അല്ലേ? രാവിലെ കയറിയാൽ കുറച്ചുകൂടി അധികം നേരം നമുക്ക് ആ റൈഡൊക്കെ ഉപയോഗിക്കാം. ഉച്ചയ്ക്കാണ് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് ആ റൈഡിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾ ആലോചിക്കുക, നിങ്ങൾക്ക് നേരത്തെ കയറി കംപ്ലീറ്റ് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണോ അത് ലേറ്റായിട്ട് കയറിയിട്ട് അത് ചെയ്യണം? ഏറ്റവും നല്ല ഡിസിഷൻ എൻ്റെ മക്കളെല്ലാവരും എടുക്കുക. എങ്ങനെയൊക്കെ പരീക്ഷകൾ ടഫാക്കിയാലും നമ്മൾ അടിപൊളിയായിട്ട് എഴുതും. ഇനി ഇത് കൂടാതെ എൻ്റെ മക്കൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളെല്ലാവരും നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചവരാണെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ യൂട്യൂബിലൊക്കെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അടിപൊളിയാണ് നമ്മുടെ ക്ലാസ് അല്ലേ? ഇനി ഞാൻ സ്കൂൾ ലൈഫ് കഴിയുന്നത് വരെ 8, 9, 10 +1 +2 എക്സാമിനറിൻ്റെ കൂടെ തന്നെയാണ് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നമ്മുടെ ആൽഫ ബാച്ച്. മക്കളെ, നമ്മുടെ ആൽഫ ബാച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് 9ൻ്റെ ബാച്ചാണ്. ഓക്കെ, ക്ലാസ് 9 9ാം ക്ലാസ്സിൻ്റെ ബാച്ചാണ്. അപ്പം നിങ്ങൾ 9ാം ക്ലാസ്സിൻ്റെ നമ്മുടെ ഈ ബാച്ചിൽ ഇപ്പം അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ
നമുക്ക് നമ്മുടെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. അതായത് നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താലും 4000 രൂപയാണ്. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്താലും 4000 രൂപയാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം? നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ച് ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് റിവിഷൻ ബാച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. എന്ത് ചെയ്യുക? നമ്മുടെ ആൽഫ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ ക്രാഷ് കോഴ്സിൽ ഫീ റിഡക്ഷൻ ഒക്കെ ഉണ്ടാവും, 50% റിഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള മക്കൾ എന്ത് ചെയ്യാം? അല്ലെ, നമ്മുടെ വീഗാലാൻഡിലെ ടിക്കറ്റ് എടുക്കുന്ന പോലെ അല്ലേ, വീഗാലാൻഡ് പോലെ തന്നെയാണ് ആക്ച്വലി നമ്മുടെ എക്സാമിനറുടെ ക്ലാസ്സിൽ. ഫുൾ അടിപൊളിയാണ്, ഫുൾ എൻജോയ്മെൻ്റ് ആണ്. പക്ഷേ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് എല്ലാ റൈഡും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും അടിപൊളിയായിട്ട് സെറ്റാക്കാം. അപ്പോൾ താല്പര്യമുള്ള മക്കൾ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം.